നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ കൊൽക്കത്തയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്ലാൻ ഇവിടുന്ന് നേരെ ഒരു ഷെയർ ടാക്സി കയറി NJP-യിലേക്ക് പോകും. അവിടെ നിന്നാണ് കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ ഇതാ നാരോ ഗേജ് ലൈൻ. ഈ സ്റ്റേഷന്റെ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. മലയിടുക്കുകളിൽ ഒരുപാട് കെട്ടിടങ്ങളാണ് ആ മുൻഭാഗത്തായി കാണാനായി സാധിക്കുന്നത്. അതിതാ അങ്ങ് ആ ഭാഗം വരെയുണ്ട്. ശരിക്കും ആ മുൻഭാഗത്തേക്കുണ്ട്, പക്ഷെ അവിടത്തേക്കൊന്നും വ്യക്തമാവുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ കൂടുതലും വീടുകളൊക്കെയാണ്. അതെ, അതിലൂടെ നടന്നു പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അങ്ങ് അവിടെയാണ് ഒരു ക്ലോക്ക് ടവറൊക്കെ ഉള്ളത്. ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ കാഴ്ച കാണാനായി സാധിക്കും. ഇവിടെയുള്ള പട്ടികളുടെയൊക്കെ സൈസ് കണ്ടാ എത്രക്കുണ്ട്. ഇത് പുള്ളി ഇങ്ങനെ നടന്നു പോവാ, നല്ല രസല്ലേ. ഇവിടെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ വരികയാണ്. ഇത് ഡീസൽ ലോക്കോമോട്ടീവ് ആണ്. ഇത് ഗും ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ട്രെയിനാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റീം ലോക്കോ ഷെഡാണ് ഈ മുൻഭാഗത്തായി കാണുന്നത്. ഇതുപോലെയുള്ള ടാക്സികളിൽ തന്നെയാണ് നമുക്കിനി പോകാനുള്ളത്. ഇതൊക്കെ മിക്കവാറും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിരിക്കാം. അപ്പോൾ അത് പോയി കയറേണ്ടത് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി കയറാം. ഇതിലൊക്കെ ഓൾറെഡി ഫുള്ളാണ്. ഇപ്പോൾ വന്ന ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണ് ഈ വരുന്നത്. ഡാർജിലിംഗ് എന്നുണ്ടല്ലോ NJP-യിലേക്ക് നമുക്ക് ട്രെയിൻ വഴിയും പോവാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ രാവിലെ 9 മണിക്ക് ഒരു വണ്ടി ഉണ്ട്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ 7.5 മണിക്കൂറാണ് നമ്മൾ അതിൽ ഇരിക്കേണ്ടത്. അതായത് വൈകുന്നേരം ഒരു 4-5 മണിയോട് കൂടിയേ അവിടെ എത്തുള്ളൂ. അത് ചില സമയത്ത് എന്താ പറയുക ലേറ്റ് പോവാം, കാരണം പോകുന്ന വഴിയിൽ ഒരുപാട് ട്രാഫിക്കും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട്. പിന്നെ നല്ല എക്സ്പെൻസീവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഷെയർ ടാക്സി വഴി എടുത്തത്. കാരണം ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതാണല്ലോ എടുത്തത്. ഷെയർ ടാക്സി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 72-73 കിലോമീറ്റർ നമുക്ക് റോഡ് വഴി പോകേണ്ടതായിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കൊണ്ട് എത്തും നമുക്ക് വിശ്വസിക്കാം. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ സിലിഗുഡി ഭാഗത്തേക്കുള്ള ടാക്സിയൊക്കെ കിട്ടുക. ആദ്യം ബാർഗെയിൻ ചെയ്യണം. 250 മുതൽ എന്തായാലും കിട്ടും. സിലിഗുഡി മാത്രമല്ല, ബാക്കി ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട് ഇവിടുന്ന്. ഡാർജിലിംഗ് ടു സിലിഗുഡി. ഇല്ല, ഏതെങ്കിലും വണ്ടിക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ വേണം, എന്നാലേ നമുക്ക് കാഴ്ചകൾ വളർത്താൻ പറ്റുള്ളൂ. ചോദിച്ചോക്കെ ഇവരോട് ഫ്രണ്ട് സീറ്റ് കിട്ടുമോന്ന്. സിലിഗുഡിയിലേക്കുള്ള ടാക്സി കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. ഇപ്പോൾ 11:50 ഇതിന് എത്ര മണിക്കൂർ കൊണ്ട് സിലിഗുഡി എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഡാർജിലിംഗിലത്തെ ചോക്ക് ബസാറാണ്. നമ്മുടെ ഡ്രൈവർ ഏട്ടനാണ് ഈ വണ്ടിയിൽ. ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക്. വണ്ടിയിൽ ഇപ്പോൾ 4 ആൾക്കാരായതേ ഉള്ളൂ. ഒരു 2 ആൾക്കാരും കൂടെ ആകാനുണ്ട്. മാൾ റോഡാണ് ഈ മുകൾ ഭാഗത്തേക്ക്. ഇവിടുത്തെ ഒരു തിരക്ക് നോക്കി. ഡാർജിലിംഗിന്റെ പല ഭാഗങ്ങളിലേക്കുള്ള ഷെയർ ടാക്സികളാണ് ഇതൊക്കെ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ട. ഈ റോഡ് നേരെ പോകുന്നത്, അതായത് നമ്മളിപ്പോൾ വന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമില്ലേ, അങ്ങോട്ട് തന്നെയാണ്. റോഡിനെല്ലാം വീതി വളരെയധികം കുറവാണ്. 12 മണിയായി. ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തു. ആൾക്കാരൊക്കെ ആയി. ഇനി ഇത് എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്ന തന്നെ നമുക്ക് നോക്കാം. 3 മണിക്കൂറാണ് വേണ്ടത്. പിന്നെ ബ്ലോക്കൊക്കെ കിട്ടിയാലേ അധികം സമയം വീണ്ടും എടുക്കുള്ളൂ. റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽ ട്രാക്ക്.
അടിപൊളിയല്ലേ? ഗും എന്നൊരു പട്ടണത്തിലെത്തിയ ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇതാണ് ഗും റെയിൽവേ സ്റ്റേഷൻ. 1891 ഈ സ്റ്റേഷൻ പണികഴിപ്പിച്ചത്. ഇവിടെ വരെയാണ് ആ ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് കൊണ്ടുള്ള ആ ഒരു ട്രെയിനൊക്കെ വരിക. സമുദ്രനിരപ്പിൽ നിന്നും 2258 മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. റോഡിന് ശരിക്കും പറഞ്ഞാൽ വീതി വളരെ കുറവാണ്. കാരണം ഇതിലൂടെ തന്നെ റെയിൽ ട്രാക്കും പോകുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. ഒരു ബസ് വരുന്ന കാണാം, MPSTC സിലിഗുഡി ടു ഡാർജിലിംഗ്. ബസ്സിലൊന്നും വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ഇത് സൊണാഡ എന്നൊരു പട്ടണമാണ്. അത്യാവശ്യം വലിയൊരു പട്ടണം തന്നെയാണിത്. സൊണാഡ റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു ഇറക്കത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. വണ്ടികൾ സൈഡിൽ പാർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എതിർദിശയിൽ നിന്ന് വരുമ്പോഴും പ്രശ്നമാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ടോട്ടലി ബ്ലോക്കായി. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമായ കുർസിയോങ്ങിലേക്ക് ഇതാ വണ്ടി എത്തി. ഈ കുർസിയോങ്ങില് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. കുർസിയോങ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഹിമാലയൻ ഡാർജിലിംഗ് റെയിൽവേയുടെ ആസ്ഥാനാണ് കുർസിയോങ്. അങ്ങ് നോക്കിയ അവിടെ മലയിടുക്കിലാണ് ആ കെട്ടിടങ്ങൾ മുഴുവനും. ഇവിടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവിനെ കാണാം. ഇടുങ്ങിയ വഴിയാണല്ലോ. കുർസിയോങ്ങിലെ സ്റ്റീം ലോക്കോ ഷെഡാണ് ഈ കാണുന്നത്. കുർസിയോങ് കഴിഞ്ഞ ഉടനെ തന്നെ റെയിൽ റൂട്ട് പോകുന്ന വഴിയല്ല നമ്മൾ പോകുന്നത്, വേറെ വഴിയാണ്. ഒരുപാട് ഹെയർ പിൻ വളവുകളൊക്കെ വളഞ്ഞു വേണം പോകാൻ. ഇതൊക്കെ തേയിലയാണ്.
ഒരുപാട് പോകുന്ന വഴിയിൽ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. കാണുന്നൊരു വ്യൂ ആണിത്. ഏത് ഭാഗത്ത് നോക്കിയാലും മലനിരകൾ. ഐ ലവ് കുർസിയോ. ഇറക്കം ഇറങ്ങി വരികയാണ്. ഇപ്പൊ രോഹിണി എന്നൊരു സ്ഥലത്തെത്തി. അതായത് ഇവിടുന്ന് NJPയിലേക്ക് ഒരു 35 കിലോമീറ്ററും കൂടെ ദൂരമുള്ളൂ. ലഞ്ച് ബ്രേക്കാണ്. 10 മിനിറ്റാണ് ഇവിടെ ബ്രേക്ക് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതിലൂടെ പോകുന്ന ഒട്ടുമിക്ക ടാക്സികൾ ഇതാ ഈ ഭാഗത്ത് തന്നെയാണ് നിർത്തുന്നത്. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിവിടുന്ന് വാങ്ങിച്ച് കഴിക്കണമൊന്നുമില്ല. NJPയിൽ എത്തിയ ശേഷം തന്നെ കഴിക്കാം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടാണെന്നല്ലേ വരിക. അസ്വസ്ഥത അല്ലേ? പറയുന്നൊന്നും കേൾക്കുന്നില്ല. കാരണം ചെവിന്റെ കിളി പോയി എന്ന് പറയാം. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഈ പുറകിലിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അല്ലേ? ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങളെ മുന്നിലിരിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നും. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഷില്ലോങ്ങിൽ നമ്മൾ ഗുവാഹട്ടിയിലോട്ട് പോയിട്ടുണ്ടായില്ലേ? പൊന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈ സുമാന്റെ ഏറ്റവും പുറകിലായിരുന്നത്. അങ്ങനെയല്ല, അതോ അവിടെ 4 പേര് ആ പുറകില്. ഒന്ന് ആലോചിച്ച് നോക്കിയാലോ, ശ്വാസം പോലും മര്യാദക്ക് വിടാൻ പറ്റുന്നില്ല. അതിന്റെ ആ വിൻഡോ പോലും തുറക്കാൻ പറ്റുന്നില്ല. ഒരു കാറ്റ് പോലും കിട്ടാത്തതുകൊണ്ടല്ലോ ഭയങ്കര ആശ്വാസം. ഞാൻ ബാഗിന്റെ അവിടെ തലയിൽ വെച്ചിട്ട് കിടന്നത് വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അന്ന് ആ വീട്ടിൽ ഞങ്ങൾ പറയുകയും ചെയ്തു ആ കാര്യം. ഇത് ഇപ്പൊ ഇറങ്ങുന്നത് കുത്തനെയുള്ള ഇറക്കാണ്ടാ. ശരിക്കും ഇറങ്ങി പോകുമ്പോ തന്നെ പേടിയാവുക. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ട്രെയിനൊക്കെ എന്ത് സ്ലോ അല്ലേ? ട്രെയിനെ സമ്മതിക്കണോട്ടോ, ഇങ്ങനൊരു കുത്തനിലെ കയറ്റം കയറി പോകുന്നില്ലേ? അത് പണിത് സമ്മതിക്കണോട്ടോ കാര്യം. ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ വന്നതാണ്. ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോ തന്നെ ഇതാ മദ്യക്കുപ്പികളൊക്കെ കാണാം. ഒരുപാട് ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടാ. മഹാനന്ദ വന്യജീവി സങ്കേതം വഴിയാണ് ഇപ്പൊ പോകുന്നത്. ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എല്ലായിടത്തും ബോർഡുണ്ട്. രാത്രിയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇറങ്ങുക. അങ്ങനെ സിലിഗുരി നഗരത്തിലേക്ക് ഇതാ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 3 മണിയായി. ഞങ്ങൾ സിലിഗുരി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്താണ് ഇറങ്ങിയത്. കറക്റ്റ് 3 മണിക്കൂർ യാത്ര തന്നെയാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇതാ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് NJPയിലേക്കുള്ള ഷെയർ വണ്ടി കിട്ടല്. സിലിഗുരി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് നിന്ന് NJP റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഒരു ഷെയർ വണ്ടി കിട്ടിയേ. 7 കിലോമീറ്റർ ദൂരമുണ്ട്. മിക്കവാറും ഒരു 30 രൂപയൊക്കെ ആയിരിക്കാം, അത്രേ വരുള്ളൂ. അങ്ങനെ യാത്ര ചെയ്താ NJP സ്റ്റേഷനിലേക്ക് എത്തി. ഒരാൾക്ക് എത്ര രൂപയായത്? 30 രൂപ അല്ലേ? NJP സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും സമയം 3:30 ഡാർജിലിംഗിൽ നിന്ന് നേരിട്ട് തന്നെ NJP സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഷെയർ ടാക്സി ഒക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ കയറിയ വണ്ടി നേരെ സിലിഗുഡിയിലേക്ക് ആയിപ്പോയി. ഒരാൾക്ക് ഷെയർ ടാക്സിയിൽ വന്ന ചാർജ് 250 രൂപയാണ്. ഡാർജിലിംഗിൽ നിന്ന് പിന്നെ നേരിട്ട് ബസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ കയറാതിരുന്നത് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കൊൽക്കത്തയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ കാര്യം പറയാം. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് രാത്രി 9:15 മാത്രമേ ഉള്ളൂ. അതൊരു വീക്കിലി വണ്ടിയാണ്. അതായത് ജൽപഗഡി റോഡിൽ നിന്ന് സിയാർദയിലേക്ക് പോകുന്ന ഹംസഫറാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഈ ജൽപഗഡി റോഡ് എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിൽ ഒരു 33 കിലോമീറ്റർ മാറിയിട്ടാണ്. സ്റ്റേഷന്റെ പുറത്ത് തന്നെ നേപ്പാൾ ബോർഡറായ പനിത്താങ്കിയിലേക്കൊക്കെ ഇഷ്ടംപോലെ ഷെയർ ടാക്സികളൊക്കെ കിട്ടും. അതുപോലെ തന്നെ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിലേക്കും വണ്ടികൾ കിട്ടും. ഈ വണ്ടിയില്ലേ, ഇത് നേപ്പാൾ വണ്ടിയാണ്. ആ ഒരു നമ്പർ പ്ലേറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ ഗാങ്ടോക്കിലേക്കുള്ള വണ്ടികളാണ്. വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ വണ്ടി ഏത് സമയത്തും ഉണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഡ്രസ്സുകളായാലും നേപ്പാൾ എന്ന് വിളിക്കുന്നുണ്ടല്ലേ ഈ വണ്ടിയില്ലേ? ഇത് നേപ്പാളിലേക്ക് പോകുന്ന വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ 2 റൗണ്ട് കറങ്ങിയാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകുന്ന വണ്ടികളൊക്കെ കാണാം. ന്യൂ ജൽപൈഗുഡി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. സ്റ്റേഷന്റെ ആ ഒരു ഭാഗങ്ങൾ ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ ഈ ഭാഗം വരെ ഉണ്ട്. കുറച്ച് വർഷങ്ങളെടുക്കും ഇതൊരു നല്ല സ്റ്റേഷനായി മാറി വരാൻ. ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ നേരെ വെയിറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടിരിക്കാം കുറച്ച് നേരം.
പിന്നെ ഇവിടെ തന്നെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ കാണാം. പണ്ട് കാലത്ത് ഓടിയ ഒരു ലോക്കോ. ഇതുവഴിയാണ് ഇനിയിപ്പോൾ എൻട്രൻസ്. ന്യൂ ജൽപൈഗുഡിയിൽ ഞങ്ങളിവിടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതാണ്. ഇപ്പം 4:40 ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഇത്ര നേരം ഇവിടെ ഇരുന്നു. ഡാർജിലിംഗിൽ നിന്ന് രാവിലെ 9 മണിക്ക് പുറപ്പെട്ട ട്രെയിൻ ഇവിടെ 4:30 ആകുമ്പോൾ എത്തണം. അത് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇതാണ് നാരോ ഗേജ്. ഇനി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. സൂര്യാസ്തമയം. വെയിറ്റിംഗ് റൂമൊക്കെ ഉള്ളത് അങ്ങ് അവിടെയാണ്. സമയം രാത്രി 7:40. ഞങ്ങൾ ഇത്ര നേരം പ്ലാറ്റ്ഫോമിലൊരു AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു. അവിടെ 1 മണിക്കൂർ നേരത്തേക്ക് 10 രൂപയാണ് ആയത്. ഞങ്ങളിപ്പോൾ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഡാർജിലിംഗ് മെയിൽ വന്നിട്ടുണ്ട്. ഹൽദിബാഡിയിൽ നിന്ന് സിയാൽദയിലേക്ക് പോകുന്ന ഡാർജിലിംഗ് മെയിൽ. ഇതൊരു നല്ല സർവീസാണ്. ഈ റൂട്ടിലെ തന്നെ ഒരു ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ട്രെയിൻ കൂടിയാണിത്. ഈ ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇത് നാളെ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ സിയാൽദയിലെത്തും. ഇവിടെ നോർത്ത് ഈസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ കടന്നു വരുന്നത്. കാമാക്യ, അതായത് ഗുവാഹട്ടിയുടെ സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. അവിടുന്ന് ആനന്ദ് വിഹാറിലേക്ക്, ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടി. ഇതൊരു റഷ് വണ്ടിയാണ്. സ്ലീപ്പർ ക്ലാസ് ഒക്കെ കുറച്ച് റഷ് ഉള്ള വണ്ടി തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് എക്സ്പ്രസിന്റെ അൺറിസർവ്ഡിൽ കയറുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം അവിടെയൊക്കെ എല്ലാ ആൾക്കാരിതാ. എന്തായാലും ഇപ്പം ഈ പുറകിലുള്ള ആൾക്കാർക്കൊന്നും സീറ്റൊന്നും എന്തായാലും കിട്ടില്ല. അതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല. അതാണിപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അതിൻ്റെ അകത്ത് നോക്കിയേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സമയം 8:45. 9:05 ആകുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി വരും. ഞങ്ങൾ ഇന്ന് രാത്രി ഭക്ഷണം ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. സൊമാറ്റോ വഴിയാണ് ബുക്ക് ചെയ്തത്. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ബെർത്തിലേക്കാണ് ഭക്ഷണം കൊണ്ടുവന്ന് തരിക. ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ സൊമാറ്റോന്ന് വിളിച്ച് പോയതാ, നമുക്ക് ഇന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കിട്ടി. ട്രെയിൻ നമ്പർ 131-16 ഇതാ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ഹൗഡയുടെ WP7 ആണ്. സിയാൽദ ഹംസഫർ. ഈ ട്രെയിനിന് സ്ലീപ്പർ കോച്ചുകളുണ്ട് കേട്ടോ. ഞങ്ങളുടേത് B7 ആണ്. B7 ഒക്കെ അപ്പോൾ അങ്ങോട്ട് തന്നെയാണ്. 2017 നിർമ്മിച്ച 3rd AC കോച്ചിൽ B7. 35-38 ആണ് ഞങ്ങളുടെ ബെർത്തുകൾ. ഞങ്ങളുടെ അപ്പർ ബെർത്തിൽ കയറിയേ. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1 മാസം മുന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ട്രെയിനിലേക്ക് ടിക്കറ്റ് കിട്ടാൻ. വണ്ടി ഫുൾ തന്നെയല്ലേ? വണ്ടി ഫുള്ള് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും, കൂടുതൽ നല്ല ഭൂരിഭാഗം പേരും കയറിയത് ഇവിടെ തന്നെയാണ്. 1025 രൂപയാണ് ഇവിടുന്ന് NJP സിയാൽദ വരെ 3rd AC ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഈ നമ്മൾ കയറിയ സമയത്ത് തന്നെ ഇതിന്ന് ഫുഡൊക്കെ പോകുന്നുണ്ട്. അതായത് ഈ ട്രെയിനിൽ പാൻട്രി കോച്ച് കൂടി ഉണ്ട്. പിന്നെ തണുപ്പിന്റെ കാര്യം, തണുപ്പ് ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ. എന്തായാലും നല്ല തണുപ്പുണ്ടാവും. ഞങ്ങൾ തന്നെ ഡാർജിലിംഗ് നിന്ന് വരുമ്പോൾ തന്നെ അടിയിലും ഈ സംഭവം ഇട്ടിട്ടുണ്ടല്ലോ. ഇതിനി മാറ്റാനൊന്നും പോകുന്നില്ല. ഇതിട്ട് തന്നെയാണ് കിടക്കുന്നത്. 9:18 ട്രെയിൻ ഇതാ ന്യൂ ജൽപൈഗുഡി ജംഗ്ഷന്ന് എടുത്തു. ഈ ട്രെയിനിന് കിഷൻഗഞ്ച്, മാൽഡ ടൗൺ വഴിയൊക്കെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഈ സമയത്തെല്ലാം നല്ല തണുപ്പാണ്. ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതെടുത്തേനെ. NJP സ്റ്റേഷനോട് വിട. സൊമാറ്റോ വഴി വാങ്ങിച്ച ഭക്ഷണം ഞങ്ങൾ കഴിക്കുകയാണ്. ബിരിയാണിയാണ് വാങ്ങിച്ചത്. ബിരിയാണി ഇവിടെ ഉണ്ട്. ഒരു ടിഷ്യൂ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു
വലിയൊരു പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്പൂണുണ്ട്, പിന്നെ ഇതാ കുറച്ച് സവാള അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ബിരിയാണി ഇതാ പ്ലേറ്റിലേക്ക് ആക്കിയപ്പോൾ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ബിരിയാണി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്, പിന്നെ ഒരു ലെഗ് പീസാണുള്ളത്, പിന്നെ ഇതാ സവാളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് ഇതിന് എരിവൊക്കെ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഞങ്ങൾ ഭക്ഷണം സൊമാറ്റോ വഴി ബുക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം സ്റ്റേഷൻ്റെ അടുത്തൊന്നും നല്ലൊരു റെസ്റ്റോറൻ്റൊന്നും തന്നെ ഇല്ല. പിന്നെ ട്രെയിൻ എന്തായാലും വാങ്ങിക്കുന്നില്ല എന്ന് കരുതി, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ നല്ലൊരു റിവ്യൂ ഒക്കെ നോക്കി ബുക്ക് ചെയ്യാമെന്ന് കരുതി. ബിരിയാണിക്ക് വലിയ എരിവൊന്നുമില്ല. ഞങ്ങളുടെ അപ്പുറപ്പുറത്ത് വിരിച്ച് സെറ്റാക്കുന്ന പരിപാടിയാണ്. ഏറ്റവും താഴെയാണ് കമ്പിളി വിരിച്ചത്. പിന്നെ ഈ ഒരു പാക്കറ്റിനകത്ത് 2 ഷീറ്റ് ഉണ്ട്, ഒന്ന് വിരിക്കാനും ഒന്ന് പുതക്കാനും. പിന്നെ ഇതാ ഒരു ടവലുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു പില്ലോ കൂടി ഉണ്ട്. ഈ ഒരു കവറിൽ എഴുതിയിരിക്കുന്നത് കാണാം ഈസ്റ്റേൺ റെയിൽവേ സിയാൽദ ഡിവിഷൻ, അതായത് ഈസ്റ്റേൺ റെയിൽവേയിൽ സിയാൽദ ഡിവിഷന് കീഴിലുള്ള വണ്ടിയാണിത്. ഇന്ന് രാത്രിക്ക് ഇനി മറ്റ് കാഴ്ചകളൊന്നും പകർത്തുന്നില്ല, നമുക്കിനി നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ 6:32 ട്രെയിൻ ഇപ്പോൾ റണാഘട്ട് എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇതാ ട്രെയിൻ എടുത്തു. ഈ സമയത്ത് ഇവിടുത്തെ തിരക്കൊക്കെയാണിത്. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഒരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണിത്. ഇനി സിയാൽദ എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് കൂടി സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ലോക്കൽ ട്രെയിനൊക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. അതൊക്കെയാണിത്. ട്രെയിനിപ്പോൾ നൈഹാട്ടി എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരു ലോക്കൽ ട്രെയിൻ. രാവിലെ തന്നെ നല്ല തിരക്ക് തന്നെയാണ് ട്രെയിനിലേക്ക്. ഇനി ഇവിടുന്ന് കൊൽക്കത്ത, അതായത് സിയാൽദയൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. നൈഹാട്ടി ജംഗ്ഷൻ. ഇവിടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പം അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള സിയാൽദ. NJPയിൽ നിന്നും 553 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പിത കൊൽക്കത്തയിലെ സിയാൽദ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8:20 ഇത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മളിന്ന് യാത്ര ചെയ്ത ഈ ഹംസഫറില്ലേ, ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 2025 ജൂൺ മാസത്തിലാണ്. സിയാൽദ ജമ്മു താവി ഹംസഫറായിട്ടാണ് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഹംസഫർ എന്ന വാക്കിന്റെ അർത്ഥം സഹയാത്രികൻ എന്നാണ്. ഇനി ഞങ്ങൾ നേരെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങണം. രാവിലെ ഈ സമയത്ത് എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ. നമ്മൾ ഇറങ്ങി വന്നത് ഈ ഭാഗത്തുനിന്നാണ്. സിയാൽദ മെയിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണാം. പിന്നെ ഇവിടെ തന്നെ പ്ലാറ്റ്ഫോമിൽ KFC ഒക്കെ ഉണ്ട്. ഒരുപാട് സൗകര്യമൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് തന്നെയാണ് ഫുഡ് കോർട്ടൊക്കെ. സിയാൽദ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞല്ലോ. 21 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഹൗഡ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് മെട്രോയും ഉണ്ട്, ബസ്സും ഉണ്ട്. നമുക്ക് ഏതാന്ന് നോക്കിയാൽ അതിൽ കയറിയിട്ട് പോവാം. മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇവിടെ തന്നെയാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനുമാണ് സിയാൽദ എന്ന് പറയുന്നത്.
ഒന്നാമത്തേത് വരുന്നത് കൊൽക്കത്തയിലെ തന്നെ ഹൗഡയാണ്. അവിടെ 23 പ്ലാറ്റ്ഫോമാണ് വരുന്നത്, ഇവിടെ 21. 1862 ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയത്. ഈ ഒരു സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം 15 ലക്ഷം യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനെ 3 ടെർമിനലുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് നോർത്ത് ടെർമിനൽ എന്ന് പറയും, 1 മുതൽ 5 വരെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. ലോക്കൽ ട്രെയിനുകളാണ് ടെർമിനലിൽ പോകുന്നത്. 6 മുതൽ 14 വരെ വരുന്നത് മെയിൻ ടെർമിനലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കും അതുപോലെ തന്നെ ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനുകളാണ് അവിടെ ഉണ്ടാവുക. അതിനുശേഷം 14 ഇപ്പുറത്ത് ഒരു ഗുഡ്സ് ട്രെയിനുകളും അതുപോലെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. ശേഷം വരുന്നതാണ് സൗത്ത് ടെർമിനൽ എന്ന് പറയും, അതായത് 14 മുതൽ 21 വരെ. അവിടെയാണ് ലോക്കൽ ട്രെയിനുകളാണ് പോകുന്നത്. സിയാൽദ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെയാണ്. സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ് സിയാൽദ മെട്രോ സ്റ്റേഷൻ. ഈ കൊൽക്കത്ത മെട്രോക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ഞങ്ങൾ എന്തായാലും ഹൗഡ ഭാഗത്തേക്ക് മെട്രോയിൽ പോകുന്നില്ല, ബസ്സിന് തന്നെയാണ് പോകുന്നത്. ഈ ഭാഗത്തെ വൃത്തിയൊക്കെ ഇതാ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ പച്ചക്കറിയും അങ്ങനെ കുറച്ച് വേസ്റ്റൊക്കെയാണ്. ഇവിടെ ഇതാ കരിക്ക്, രാവിലെ തന്നെ കരിക്ക് വേണമെങ്കിൽ കൊത്തി കുടിക്കാം. ചേട്ടൻ ഇവിടെ നിന്ന് കരിക്കൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഇതാ ആ ഭാഗത്തേക്ക് നടക്കാം. അവിടെ നിന്നാണ് ഞങ്ങൾ പോയി ബസ് കയറുന്നത്. നല്ലൊരു തിരക്കേറിയ ഭാഗം തന്നെയാണിത്. തമിഴ്നാട് വണ്ടി TN. ഇവിടേക്ക് ആൾക്കാര് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടോ? പേരക്ക. സിയാൽദ ഹൗഡ ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. ഇതുണ്ടോ, നമുക്ക് ആ ഒരു ഭാഗത്താണ് പോകേണ്ടത്. അതൊക്കെ സിയാൽദയിൽ ഹൗഡയിലേക്കുള്ള ബസ്സുകളാണ്. അതെ, സിയാൽദയിൽ ഹൗഡയിലേക്ക് ഞങ്ങളൊരു ബസ്സിൽ കയറി. ഇന്നൊരു ഞായറാഴ്ചയാണല്ലോ, താരതമ്യേന തിരക്ക് വളരെയധികം കുറവാണ്. ഇതും സിയാൽദ ഹൗഡ ബസ് തന്നെയാണ്. ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഒരു വലിയൊരു ലോഡ്. ഇനി കൊൽക്കത്തയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും പഴമ നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിലെ നഗരമാണിത്. പഴയ കെട്ടിടങ്ങളാണിതാ ഇവിടെ മുഴുവനായിട്ടും കാണുന്നത്. ഈ കാണുന്നത് ട്രാം പോകുന്ന ഒരു ട്രാക്കാണ്. എസ്പ്ലനേഡിൽ നിന്ന് ശ്യാം ബസാർ ഭാഗത്തേക്കാണ് നിലവിലിപ്പോൾ ട്രാം സർവീസ് ഉള്ളത്. യെല്ലോ ടാക്സികൾ. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ആയാൽ പോലും തിരക്കിലൊരു കുറവില്ല എന്ന് തന്നെ പറയാം. കൊൽക്കത്തയിലെ പ്രശസ്തമായ ഹൗറ പാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രവീന്ദ്ര സേതു ഇപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലാണ്. ഈ പാലം കടന്നെത്തുന്നതാണ് ഹൗഡ. ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു പാലം. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം. എവിടെ തന്നെയാണ് ഹൗഡ റെയിൽവേ സ്റ്റേഷൻ. പാലം വഴി പോകാൻ നല്ല രസമാട്ടോ. ഇതുവഴി നമുക്ക് നടക്കാനുള്ള സെപ്പറേറ്റ് വഴികളൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്തും. ഹൗഡയിലേക്ക് എത്തിക്കുകയാണ്. ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് ഹൗഡയിലെ ബസ് സ്റ്റാൻഡ്. ഇതാ കറങ്ങി തിരിഞ്ഞെത്തുന്നത് ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് തന്നെയാണ്. ഇതാ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും. ഞങ്ങളിവിടെ ബസ് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഒരു റൂം എടുക്കാനാണ്. വെൽക്കം ടു ഹൗറ എന്നൊക്കെ എഴുതി കാണാം. നമുക്ക് ബാർഗെയിൻ ചെയ്ത് റൂം എടുക്കാം. ആദ്യം ഈ ഭാഗത്തേക്ക് പോയി നോക്കട്ടെ. ഹൗഡ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞങ്ങൾ ചെറിയൊരു മുറി എടുത്ത്
ഇവിടെയാണ് ബെഡൊക്കെ ഉള്ളത്. പിന്നെ വളരെ പഴയൊരു മുറിയാണിത്. ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇവിടെയാണ്. ഈ റൂമിന് ഞങ്ങൾക്ക് 500 രൂപയാണ് ആയത്. ഞങ്ങളൊരു 6 മണിക്കൂർ മാത്രമാണ് ഈ റൂം എടുത്തത്. കാരണം കൊൽക്കത്തയുടെ കാഴ്ചകളിലേക്കൊക്കെ ഞങ്ങൾക്ക് പോകാനുണ്ട്, ജസ്റ്റ് ഒന്ന് ചാർജൊക്കെ ചെയ്യാനുണ്ട്. അതിനുള്ളൊരു സൗകര്യം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂമിനുള്ളത്. ഡാർജിലിംഗിൽ നിന്ന് ഇന്നലെ രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ ഈ കൊൽക്കത്ത നഗരത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തിരക്ക് പിടിച്ച ഏരിയയാണ് ഈ ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്രമാത്രം ബിസിയാണ് ഇന്ത്യയിൽ തന്നെ. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, ആളുകളെ തട്ടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവിടെ തന്നെ ഒരുപാട് മാർക്കറ്റുകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തയെ ബസ്സിലൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്യാനുണ്ട്. അതാണ് ഇനി അടുത്ത ദിവസം വീഡിയോയിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.